ടോപ്പ് സിംഗറുമായിട്ട് ഞാൻ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പാട്ടുകാരും കൂട്ടുകാരും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രേക്ഷകർ എപ്പോഴേ റെഡിയാണെന്ന് നമുക്കറിയാം. എങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. കൂട്ടുകാരെ വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. 3 പേര് റെഡി അല്ലേ? റെഡി. പാട്ട് കേൾക്കാം. യെസ്. മാജിക്കൽ മെലഡി റൗണ്ടില് നമ്മുടെ അകൈതി കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അകൈതി ഓൺ സ്റ്റേജ്. ഹലോ. അതെ, ആ ഷോൾഡറിലുള്ള ആ പൂ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് കാവടി ആടുന്ന പോലെ ഉണ്ട്. ഞാൻ മൊത്തത്തിൽ നടന്നു വന്നപ്പോഴേ അതിങ്ങനെ കാവടി ആടുന്ന പോലെ. ഞാൻ പണ്ടിടുമായിരുന്നു അല്ലേ ഇങ്ങനത്തെ ഉടുപ്പ് ഇവിടെ? പിന്നെ സീസൺ 1-ലല്ലേ ഇങ്ങനെ കൊറേ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ള സാധനം ഇവിടുന്നൊക്കെ ഇങ്ങനെ ബാക്കി പറയണ്ട, വേണ്ട എന്തോ കഴിഞ്ഞ പാട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം? എല്ലാരും നല്ലത് പറഞ്ഞു. ആണോ? പെർട്ടിക്കുലർലി എന്തെങ്കിലും പറഞ്ഞോ? ഇംപ്രൂവ് ചെയ്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ? ആണോ? വളരെ ശരിയാ, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോ. സന്തോഷക്കാരിയാട്ടാ. സന്തോഷക്കാരിയാ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു. ചെറിയൊരു റോൾ. ആരും പ്രതീക്ഷിക്കാത്ത സ്വാമിയും വർക്കിയും. ആരുടെ മൂവിയാ? ഡയറക്ടർ അമ്പിളി സാറ്. അമ്പിളി, തൃശ്ശൂരുള്ള അമ്പിളി ചേട്ടൻ. എനിക്ക് തോന്നുന്നു ആ സിനിമയിലാണ് മോഹൻ ചേട്ടൻ മ്യൂസിക് ചെയ്യുന്നത്. അതെ, മോഹൻ ചേട്ടന്റെ പോസ്റ്റ് ആണ് ഞാൻ ഫേസ്ബുക്കിൽ. ഈ സ്വാമിയും വർക്കിയും അല്ലേ, അമ്പിളി സാറിന്റെ സിനിമയാണ്. മനസ്സിലായി. എന്നിട്ട് പിന്നെ എന്റെ മാമനാണ്. എന്റെ അച്ഛന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. ശിവദാസ് എന്നാണ് പേര്. അദ്ദേഹം ആരാന്ന്? എന്റെ മാമൻ. സിനിമയില് ഡയറക്ടർ. അതെ. അപ്പൊ മാമനാണ് പ്രൊഡ്യൂസർ. അതെ. എന്നിട്ട് ഒരു വീട്ടിലെ സാധാരണ ഒരു കുട്ടിയാ. എന്നുവെച്ചാൽ എന്റെ റോള്, എന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരുത്തൻ ഇങ്ങനെ ബാക്കില് ഡ്രഗ്സ് ഒക്കെ അടിച്ചോണ്ടിരിക്കുന്ന ചേട്ടന്മാരാ. അയ്യോ, കഥ മുഴുവൻ പറയണ്ട. ക്ലൈമാക്സ് അതല്ല, ചെറുതാണ്. ചെറുത്. അപ്പൊ അവൻ ഇങ്ങനെ ബാക്കിലേക്ക് പോയപ്പോ ഞാൻ അവന്റെ കൈ പിടിച്ച് അപ്പൊ ആ ഏട്ടന്മാര് എന്റെ കൈ പിടിച്ചിട്ട് ഈ എവിടുത്തേടെ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്റെ കൈ വിട് അങ്ങനെ. നോക്കട്ടെ. കൈ വിട്, എനിക്ക് വേദനിക്കുന്നു. വിടാനല്ലേ പറഞ്ഞേ, വിട്. ഇതാണ് സീൻ. രക്ഷപ്പെടുമല്ലോ അല്ലേ? അപ്പൊ ആ അങ്കിള് വന്ന് എന്താടാ ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോ വിടും. അപ്പൊ ഞാൻ ഓടി രക്ഷപ്പെടും. അതെങ്ങനെ ഓടിയത്? തിരിഞ്ഞിട്ട് വേഗം ഓടി രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടി ഇവിടെ ടോപ്പ് സിംഗറിൽ വന്നു. പാടാൻ പോവാണ് അല്ലേ? ഏത് പാട്ടാ? എന്നും ഒരു പൗർണമി. ഇന്നും ഒരു പൗർണമി. ഡീറ്റെയിൽസ് പാടിയത് ചിത്രാമ. പിന്നെ വർഷം 1992. മ്യൂസിക് ജോൺസൺ സാറ്. ജോൺസൺ മാഷ് എന്ന് പറഞ്ഞാലും മതി. ജോൺസൺ മാഷ്. പിന്നെ ലിറിക്സ് ONV കുറുപ്പ് സാർ. മൂവി മഹാനഗരം. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനിയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
പതിയും സ്വരമീൻ സംഗീതം നീ പാദം പതിയും സ്വരമീൻ സംഗീതം ഒന്നൊന്നും പറയാതറിയും പൊരുളായി ഓരോ നീ എന്നുയിരിൽ സാന്ത്വനമായി നീ അണയൂ ഇന്നും ഒരു പൗർണമിയെ പൊൻകണിയായി കണ്ണുണരാൻ മോഹിക്കും സാഗരത്തിൽ സംഗീതം കേൾപ്പൂ ഞാൻ പാടൂ പാൽക്കടലേ തിരയാടും പാൽക്കടലേ ഞാനുമതേ ഗാനമിതാ പാടുകയാ ഞാനുമതേ ഗാനമിതാ പാടുകയാ നൈസ് മോളെ, നൈസ് നൈസ്. അഖൈതി കുട്ടി, എന്തോ ബ്യൂട്ടിഫുൾ സെലക്ഷൻ താങ്ക് യു ആണ് ആദ്യം പറയാനുള്ളത്. നല്ല വോയിസ് ആണ് അഖൈതി കുട്ടിയുടെ, താങ്ക് യു നല്ല ഉഗ്രം വോയിസ് ആണ്. പിന്നെ ഇന്ന് പാടിയതിൽ ചില ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഇന്ന് ശ്രുതി ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ബ്രത്ത്, ശ്വാസം, അതും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. അങ്ങനെ എനിക്ക് തോന്നിയ സ്ഥലങ്ങള് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഈ ബീജി കഴിഞ്ഞിട്ട് തുടങ്ങുന്ന സ്ഥലമില്ലേ, ആകാശം, അതുപോലെ തന്നെ പൂക്കാലം തുടങ്ങിയത് അതൊക്കെ കുറച്ച് ശ്രുതിയിലേക്കല്ല. അപ്പൊ അതിന് മുമ്പ് ഈ ബീജി വരുമ്പോ തന്നെ നമ്മൾ അത് തുടങ്ങാനുള്ളത് മനസ്സിലുണ്ടാവണം, ശ്രുതി മനസ്സിലുണ്ടാവണം. ആ ഫസ്റ്റ് നോട്ട് അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അത് മനസ്സിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഒന്നല്ലെങ്കിൽ നമ്മളതിങ്ങനെ ഒരു താളത്തിൽ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ആ കറക്റ്റ് തുടങ്ങേണ്ട സ്ഥലം വരുമ്പോൾ പാടുക. അപ്പൊ കറക്റ്റ് ശ്രുതിയിൽ വരും. അതല്ലെങ്കിൽ നല്ല ശ്രുതിബോധം വേണം. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ശ്രുതി വെച്ചിട്ട് ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അത് മോഹിക്കും സാഗരത്തിൻ സംഗീതം, അത് ആ സംഗതി എങ്ങനെയായിരുന്നു? മോഹിക്കും സാഗരത്തിൻ സംഗീതം കേൾപ്പൂ ഞാൻ. അത് ഫസ്റ്റ് പല്ലവിയില് കുറച്ച് അത് പെർഫെക്റ്റ് ആവണമായിരുന്നു, സ്ലിപ്പ് ആയിട്ടുണ്ട്. സംഗീതം താരാറ് താരാറ് സംഗീതം സംഗീതം കേൾപ്പൂ സംഗീതം കേൾപ്പൂ ഞാൻ. അത് കറക്റ്റ് ആയിട്ട് വരണം. പിന്നെ അതുപോലെ തന്നെ പാടുക എന്നുള്ളതിന്റെ സസ്റ്റെയിൻ ശ്രുതിയും, പിന്നെ വെരി ബിഗിനിങ്ങും കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. എന്നും ഒരു പൗർണമിയെ തുടങ്ങിയത് സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വന്നു. പക്ഷെ എപ്പോഴും ആ ബ്രത്തിന്റെ പ്രോബ്ലം കാരണം കൊണ്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെടുകയാണ്. വന്നു ഞാൻ അരികിൽ ഉരിയാടിയിലൊന്നും മൗനത്താൽ അറിയും ഹൃദയം, അവരൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ശ്വാസം കിട്ടാത്തതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കട്ടായി പോകുന്ന പോലെ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് എന്നുയിരിൻ കഴിഞ്ഞിട്ട് സാന്ത്വനമായി, എന്നുയിരിൻ കഴിഞ്ഞിട്ട് കട്ടായി. അതിങ്ങനെ ഒരു ശ്വാസത്തിൽ ഒരു ഫ്ലോയിൽ വന്നാലേ കേൾക്കാൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചില ഭാഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ഹെഡ് വോയിസിൽ പാടുന്നതിനും അതിൽ മിടുക്കിയായിട്ടുണ്ട് ഇപ്പൊ കേട്ടോ. താലോലം പാടി നീ പാദം പതിയും സ്വരമീൻ സംഗീതം നീ പാദം പതിയും സ്വരമീൻ സംഗീതം. ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷെ ഇന്ന് ഇത്തിരി ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ. കഴിഞ്ഞ പാട്ട് സൂപ്പർ ആയിരുന്നു, ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത് കുറച്ചും കൂടി ശരിയാക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ, നമ്മൾ ഒരു പാട്ടിലോട്ട് കയറുന്നതും പാട്ട് അവസാനിപ്പിക്കുന്നതും ഇതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതാണ് സംസാരിക്കേണ്ടത്, ഡിസ്കഷൻ കേട്ടോ. നമ്മള് ഒരു വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ട് കയറാനായിട്ട് അപ്പൊ ഓണറിന്റെ അടുത്ത് നമ്മളൊരു പെർമിഷൻ ചോദിക്കല്ലോ. അത് ഒരു സിനാറിയോ. ഓക്കെ. പെർമിഷൻ ചോദിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ സ്വന്തം വീടാണെങ്കിലോ പെർമിഷൻ ചോദിക്കോ? ഇല്ല. അതുപോലെയാണ് പാട്ട്. നമ്മുടെ സ്വന്തം പാട്ടാണെന്ന് വിചാരിക്കണം, നമ്മുടെ സ്വന്തം വീടാണെന്ന് വിചാരിക്കണം. അപ്പൊ പാട്ടിലോട്ട് എൻ്റർ ചെയ്യുന്ന നോട്ട് കറക്റ്റ് ആയിരിക്കും, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ കുറച്ചൊരു ഹെസിറ്റേഷൻ, ഇത് എന്നുള്ള ഹെസിറ്റേഷൻ വരുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് ആ നോട്ട് നമ്മളെ എത്താനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഇതുപോലെ തന്നെ നമ്മൾ രാത്രി വന്നിട്ട് റൂമിൽ പെട്ടെന്ന് ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്താ അത് അബ്രപ്റ്റായിട്ട് ആ ലൈറ്റ് പോവല്ലേ. പക്ഷെ അതേസമയം നമ്മളൊരു സെന്റൻസ് ഇങ്ങനെ വന്നിട്ട് ആ സെന്റൻസിനെ ക്ലോസ് ചെയ്യുന്ന പോലെ ഒന്ന് ക്ലോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവും അല്ലേ? അതുപോലെയാണ് പാട്ട് അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത പോലെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല, അല്ലേ? അപ്പൊ ഞാൻ ഇത് രണ്ടും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ
ഈ ഡിസ്കഷൻ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ നോട്ടും അവസാനത്തെ നോട്ടും ഒരു പാട്ടിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാം. എപ്പോഴും കേട്ടില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ ആദ്യത്തെ ഒരു 2 വരികൾ സൂപ്പറായി അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫ്ലോസ് വന്നാലും അതൊരു വലിയ പ്രശ്നമല്ല. കാരണം ഓൾറെഡി ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇംപ്രസ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ആദ്യത്തെയും അവസാനത്തെ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്നും ഒരു പൗർണമി എന്ന് തുടങ്ങിയ സ്ഥലത്ത് ആ ശ്രുതി ചേരായിക്ക് വന്നപ്പോഴത്തേക്കും എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നിട്ട് പിന്നെ നല്ലോണം തെറ്റത്. അത് ഫസ്റ്റ് ലൈനിൽ തന്നെ ശ്രുതി പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ മുഴുവൻ കരുതിയിരിക്കണം, അങ്ങനെ വരും. ഈ ആകാശത്തിനോട് ആദ്യം അത്ര ഇഷ്ടമില്ലായിരുന്നല്ലേ, പക്ഷെ രണ്ടാമത് വന്നപ്പോ ഈ ആകാശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആകാശത്തിനെ കെട്ടിപ്പിടിച്ചു. അത് സൂപ്പറായിരുന്നു. രണ്ടാമത്തേല് അത് ഭയങ്കര. പക്ഷെ പൂക്കാലം ഒട്ടും ഇഷ്ടമല്ല തോന്നുന്നു. അപ്പൊ പൂക്കാലം ഒന്ന് പാടിക്കപ്പിക്കാം. ആ കുറച്ചും കൂടെ ശരിയായിക്കോട്ടെ. ഒരു പൂക്കാലം ഇവിടെ നമുക്ക് കൊണ്ടുവരണ്ടേ? ഒരുപാട് പൂക്കളുണ്ട്, അതെല്ലാം പോരട്ടെ. ആ അങ്ങനെ ഉറക്കത്തെ വിളിച്ചാലും ഈ പൂക്കാലം വരണം. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോ റിയാസ് എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? പിന്നെ എനിക്ക് ഒരു ലൈൻ, എനിക്ക് അത് സംശയം, മൗനത്തിലറിയും ഹൃദയം നിറയും രാഗമിത, അവിടെയൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ, ഈ സംഗതികൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. മധു പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അതൊന്ന് കേക്കട്ടെ. വന്നു ഞാനരികിൽ ഉരിയാടിയിലൊന്നും, വന്നു ഞാനരികിൽ ഉരിയാടിയിലൊന്നും, മൗനത്താലറിയും ഹൃദയം നിറയും രാഗമിത. അവിടെയൊക്കെ ഈ ബ്രത്തിന്റെ ഫിനിഷ്. ആ ഇടയ്ക്കിടയ്ക്ക് ബ്രത്ത് എടുക്കുമ്പോഴത്തേക്കും ഒരൊറ്റ ബ്രത്തില് എല്ലാം കൂടെ വലിച്ചു കയറ്റി എല്ലാം പാടണം. അതാണ് വേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ജോൺസേട്ടന്റെ പല പാട്ടുകളും ഈ രീതിയിലുള്ള ഈ ഒരു ഡെവലപ്മെന്റിലുള്ള ഒരുപാട് പാട്ടുണ്ട്. ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്, വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. MG ആണ് പാടിയതാണ് കേട്ടാ. ആ അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ട് കേട്ടോ. പള്ളിത്തേരുണ്ടോ, ചതുരംഗ കളമുണ്ടോ, ആമ്പൽ കുളമുണ്ടോ, തിരുതാളിക്കല്ലുണ്ടോ, താളത്തിൽ പൂപ്പട കൂട്ടാനായി കന്യകമാരായിരമുണ്ടോ, ഓ എന്നോ മനാളെ കൂടി കണ്ടു 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 കണ്ടു. പള്ളിത്തേരുണ്ടോ, ചതുരംഗ കളമുണ്ടോ, ആമ്പൽ കുളമുണ്ടോ, തിരുതാളിക്കല്ലുണ്ടോ. താങ്ക് യു മധുകൾ. ആര്യ ചേച്ചി. അഖേദിക്കുട്ടി, എന്തോ ഞാനും മധുചേട്ടനും MJ സാറും പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. ഇത് കണ്ടോ, ഓവറോൾ ക്ലാരിറ്റി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതേ ഇവിടെ ബ്രെത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം രണ്ടുപേരും പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. ഇനിയും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇനിയും പാട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് അറിയാമോ കുട്ടി? യെസ്. കഴിഞ്ഞ എത്രയായിരുന്നു മാർക്ക്? 96.75. എന്നാൽ ഈ പ്രാവശ്യവും കോപ്പി ദാറ്റ് സെയിം തന്നെയാണ്, ഓ 96.75. താങ്ക് യു. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. 100 ഒക്കെയാണ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം എല്ലാ ദിവസവും. 100 ഒരു കുഴപ്പമില്ല. ചില്ലായിട്ട് പാടിയിട്ട് പോവാ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മിനുകൂടാ, എന്തോ ഒരു ചോദ്യം, ഓ ഒരൊറ്റ ചോദ്യം. യെസ്. നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ജെന്റിൽമെൻ 2 പേരുണ്ട്, അതാരൊക്കെയാണ്? ഒന്ന് സാരംഗ്, യെസ്. അതൊന്ന്.
പിന്നെ രണ്ടാമത്തത് സാം കുട്ടൻ. അതെ, സാം കുട്ടൻ. സാം രണ്ടുപേരും കുട്ടൻ. സായിലാണ് ആരംഭിക്കുന്നത്. ഓ സാരംഗും സാമും. സാരംഗും സാമും. സാമും രണ്ടൊരു സാ ആണ്. സാണ്. അതെ. ഷഡ്ജം, ഷഡ്ജം, അതെ. ആധാര ഷഡ്ജം. അതെ അതെ. ഓ നമുക്ക് ജെന്റിൽനെസിന്റെ കാര്യത്തിൽ അല്ലെ, അതെ, പിന്നെ മ്യൂസിക്കിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. രണ്ടുപേരും അതെ, രണ്ടുപേരും. ജെന്റിൽമാൻ ആണ്. അതെ. ആ അപ്പൊ നമുക്ക് സാം കുട്ടനെ വിളിച്ചാലോ? വിളിക്കാം. അതിലൊരു ജെന്റിൽമാനെ നമ്മൾ വിളിക്കാൻ പോവാണ്. One ലെറ്റ്സ് of the വെൽക്കം. gentlemen. അതെ, ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. ഹായ്. ഹായ്. ഒരേ പിച്ചിൽ ഹായ് പറയുന്നു. അതെ, ഇന്ന് ഹൂഡിയൊക്കെ ആണല്ലോ. അതെ, അതെ. ഹായ് ജെന്റിൽമാൻ, വെൽക്കം. ഹായ്. കൂടിയിട്ടാണോ പാടണേ? അതെ അതെ. ആണോ? ആ. എന്താ അത്? അല്ല ഹുഡി ഇട്ടുന്ന തലേനെ ആ, തലയിലിട്ടിട്ടാണോ പാടണേ? തലയിട്ടിട്ടില്ല. ആ, അതാ ഞാൻ ചോദിച്ചത്. മീനുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു നോട്ട്. ഹെയർ സ്റ്റൈൽ പോവോ? ഇല്ല, ഇല്ല, അത് കുഴപ്പമില്ല. പതുക്കെ തൊടാതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാ തലേ മതി. തൊട ഏറിൽ നിർത്തണോ ഞാനിത്? ആ, കൊള്ളാട്ടോ. കൊള്ളാട്ടോ. അയ്യോ, ഇത് ഇങ്ങനെ തന്നെ നിക്കുന്നുണ്ട്. അതാ, മുടി ഇങ്ങനെ നിക്ക. നൈസ്. ഇനി നല്ല താഴത്തേക്ക്. രസം. ഇവരെ സൈഡിൽ നിന്ന് ഒന്ന് നോക്കിയേ. അതെ, അതെ. ശരിയാ. Nice. ഒരാളെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അതെ അതെ അതെ. കൊറിയർ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അയ്യോ പാവ, അവൻ ഇങ്ങനെ നിക്കാണ്. മുടി ചീത്തയാവാതിരിക്കാൻ. ഇനി വേണമെങ്കിൽ മാറ്റിക്കോ, ഇനി വേണമെങ്കിൽ മാറ്റിക്കോ. അതെ. അൺബോക്സ് ചെയ്യാം. അല്ലെങ്കിൽ സംഗതികളൊന്നും നമ്മൾ വരില്ല. അൺബോക്സ് ചെയ്യുന്നത് unbox ചെയ്യാം. ജെന്റിൽമാൻ സാം സോണി. അതെ, അതിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ചിലപ്പോ സംഗതി ഒന്നും പാടാൻ പറ്റില്ല. അതെ. തല ഇങ്ങനെ തന്നെ വെച്ചിട്ടേ തല അനക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ജെന്റിൽമാൻ ഇന്ന് ഏത് പാട്ടാണ്? ഇന്ന് ഞാൻ ഓർമ്മതൻ വാസന്ത നന്ദന തോപ്പിൽ ഒരു പുഷ്പം മാത്രം. ഒരു പുഷ്പം ഡെയ്സി, മാത്രം. ഡെയ്സി, ഡെയ്സി. ഡെയ്സി. ലലലലല. ലലലലല. ലാ, 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 ലാ. ലാലലലലാലാലാ. എന്തത് ഡീറ്റെയിൽസ്? Details. ഡീറ്റെയിൽസ് ലിറിക്സ് പി ഭാസ്കരൻ സാറ്, ആ. മ്യൂസിക് ശ്യാം സാറ്, മൂവി ഡെയ്സി, പിന്നെ ഇയർ 1988, ആ. സിംഗർ യേശുദാസ് സാർ. ഓക്കെ. വെരി ഗുഡ്. Okay. സാമൂട്ടൻ പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ജെന്റിൽമാൻ, എന്തോ can we have the song please? ഓൾ ദ ബെസ്റ്റ്. ഒരു- സ്റ്റേജ് ഇസ് ഒരു യോർസ്. 100 മണക്കുന്നു ഞാൻ. കാറ് മറ്റേ എന്തായിരുന്നു, മധുരമഴക്കാറ് മഴക്കാറ് കാണുന്നു. വന്നിട്ട് മുകളില് കൂടിയിട്ടുണ്ട് മഴക്കാറ്. ആ, അതെ. ആ മഴയൊന്ന് പെയ്ക്കണേ സാം കുട്ട. ശ്രമിക്കാം. ശ്രമിക്കണം. ആ ഓൾ ദ ഓക്കെ, ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡെയ്സി, ഡെയ്സി, ഡെയ്സി. ലലലലലാ. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡെയ്സി, ഡെയ്സി, ഡെയ്സി. ലലലലലാ. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം, ഒരു ദുഃഖം മാത്രം. വ്യോമാന്തരത്തിലെ സാന്ധ്യനക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാന്ധ്യനക്ഷത്രങ്ങൾ, പ്രേമാർദ്രയാം നിന്റെ നീലനേത്രങ്ങൾ. ഡെയ്സി, ഡെയ്സി.
ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. വെരി ഗുഡ് വെരി ഗുഡ്. സാംകുട്ട, എന്തോ ഈ ഹിന്ദിയിൽ പറയാറുണ്ട് ലഗാൻ സെ കീജി എന്ന്. ഹോൾ ഹാർട്ടഡ് ആയിട്ട് നമ്മൾ ചെയ്യുക ഒരു കാര്യം. സാംകുട്ടൻ എപ്പോഴും പാടുമ്പോൾ എനിക്കത് തോന്നാറുണ്ട് കേട്ടോ. ആ. പലപ്പോഴും പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ആ ഫ്രേസ് എനിക്ക് കിട്ടി, ലഗാൻ സെ കീജി. അതാണ് അത്. എപ്പോഴും ലഗാൻ സെ ആണ് നീ ചെയ്യണം കേട്ടോ. താങ്ക് യു ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ Thank കേട്ടോ. you. വളരെ താങ്ക് യു. സാംകുട്ടൻ ബ്രത്ത് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പൂവിനെ ഇങ്ങനെ പതുക്കെ മണക്കുന്ന പോലെയാണ് ബ്രത്ത് എടുക്കുന്നത്. അതല്ലാതെ ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഓടിപ്പോയി ട്രെയിനിനെ ക്യാച്ച് ചെയ്യുന്ന പോലെ അല്ല. അല്ല. എന്ത് പാട്ട് അതാണ്. അതല്ല, അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. താങ്ക് യു. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ നോട്ട്സ് അത് കറക്റ്റ് ആവണം, ശരിയാണ്. ആ. പക്ഷെ കറക്റ്റ് ആവുന്നതുകൊണ്ട് മാത്രം കണക്ട് ആവില്ല. യെസ്. രണ്ടും രണ്ടാണ്. ആ. കറക്റ്റ് ആവുന്നിടത്ത് അത് കറക്റ്റ് ആയിട്ട് നിന്നു, ടെക്നിക്കലി കറക്റ്റ്. അതെ അതെ പക്ഷെ ഫീൽ ഉണ്ടെങ്കിലേ കണക്ട് ആവും. അതെ അതെ Yes. ആ? അതെ അപ്പോ എല്ലാ കറക്ഷനും കൂടെ വന്ന് ആ ഫീലും കൂടെ ചേരുമ്പോഴാണ് കണക്ഷൻ വരുന്നത്. അതെ ആ കണക്ഷൻ ഈ പാട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. താങ്ക് യു. അപ്പൊ എന്ത് പറ്റി, ഈ ഫ്ലൈറ്റ് ഒക്കെ കയറുമ്പോഴത്തേക്ക് നമ്മള് ഈ എയറോപ്ലെയിൻ മോഡ് ആവൂലേ, അതുപോലെ ഇവന്റെ പാട്ട് കേട്ടപ്പോ ഞാൻ ലിസണിങ് മോഡിലായി. ലിസണിംഗ് മോഡ്. ഓക്കെ. അത് നമ്മൾ മറക്കുക, ആ പാട്ടിലോട്ട് ഇറങ്ങിപ്പോവാണ്. ഇവിടെ ഇതുണ്ട്, നമ്മൾ ടോപ്പ് സിംഗറിലാണ്, അതാണ് ഇതാണെന്നൊന്നും അതെല്ലാം മറന്നു പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കണേ എങ്ങനെയുണ്ട് എന്ന്. അപ്പൊ ശരിക്കും മോന്റെ പാട്ടിലായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സത്യത്തിൽ ഞാൻ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ചിന്തിച്ചില്ല. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശ്യാം സാറിന്റെ. ഡെയ്സി എന്ന് പറയുന്ന ആ ഭാഗം വരുമ്പോഴത്തേക്കും അതിൽ ഒത്തിരി പ്രണയവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ പ്രണയത്തിന്റെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഒരു ഫീലാണ് എനിക്കുള്ളത്. അപ്പൊ അതാണ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഐ വാസ് ഇൻ ദ സോങ് ആൻഡ് നോട്ട് ഇൻ ടു ദ ടെക്നിക്കാലിറ്റീസ് ഓഫ് ദ സോങ്. വെരി ബിഗിനിങ് ആ പോയിന്റ് ഇല്ലേ, ഓർമ്മതൻ, അതെ. അതിങ്ങനെ ചെറുതായിട്ടൊരു ക്രിസ്റ്റന്റോല് വന്നാൽ നന്നായിരിക്കും. ഓർമ്മതൻ, ഓർമ്മതൻ, കുറച്ചും കൂടെ കേട്ട. ഓർമ്മതൻ, അങ്ങനെയല്ല, ഓർമ്മതൻ. അത് കുറച്ച് അത്രയും കൂടുതൽ എക്സാജറേറ്റ് ചെയ്യരുത്. അതേസമയം ചെറിയൊരു സ്വെല്ല് അവിടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓർമ്മതൻ വാസൻ. അത് ഓ തന്നെ വേണം. ഓർമ്മതൻ. ഓർമ്മതൻ വാസന്ത നന്ദ. എനിക്ക് ഡെയ്സി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഓരോ പ്രാവശ്യം പാടുമ്പോൾ ആ ഇൻവോൾവ്മെന്റ് അതാണ്. അത് മാത്രമല്ല, എനിക്ക് ആ സ്ക്രീനും അവന്റെ ആ നൃത്തവും ആ ഫീലും എല്ലാം കൂടിയിട്ടേ ഒരു നായകൻ നിന്ന് പാടുമ്പോൾ നമുക്ക് വിഷ്വലിൽ കിട്ടുന്ന ഒരു തൃപ്തി ഇല്ലേ, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ പ്രേമാർദ്രമായിട്ട് പാടുന്ന ഒരു സ്ഥലമുണ്ട്, അതെവിടെയാണ്? വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, പ്രേമാർദ്രം എന്ന് പറയുന്നത് സോഫ്റ്റ് ആക്കണം. പ്രേമാർദ്രയാം അപ്പൊ അത് പാടി വരണം ഒന്നുകൂടെ. വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, പ്രേമാർദ്രയാം നിന്റെ നീല നേത്രങ്ങൾ. എന്താ പാടുന്ന? സാന്ധ്യ നക്ഷത്രങ്ങൾ. അവൻ നക്ഷത്രം എന്നാ നക്ഷത്രങ്ങൾ. നായല്ല, നക്ഷത്രങ്ങൾ. നക്ഷത്രം. ഓക്കെ. അപ്പൊ അങ്ങനെ പ്രേമാർദ്രമാവുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആവുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ഒരു ശബ്ദമല്ല നമ്മൾ കൊടുക്കുക, ശബ്ദത്തിന്റെ വ്യതിയാനം വേണം. ഇങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് തിരിച്ചിങ്ങനെ ആകുമ്പോഴത്തേക്കും രസം, ഇങ്ങനെ ആവുമ്പോഴും രസം. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ചെറിയ ചെറിയ ഒരു സ്ലൈറ്റ് ഒരു വെള്ളി പോലെ ഇങ്ങനെ ഹൈ പിച്ചിൽ മാത്രം. അത് കുറച്ച് സാന്ധ്യ നക്ഷത്രങ്ങളിൽ കുറച്ച് കൂടുതലാണോ? അല്ല. പിന്നെ ഇന്ന് ഇച്ചിരി തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇച്ചിരി തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രോബ്ലം കൊണ്ടാണ് ഇച്ചിരി അതുപോലെ വന്നത്. ശ്രുതി ഒരു ഹാഫ് നോട്ട് കുറച്ച ഓക്കെ ആയിരിക്കുമോ? ഇപ്പൊ ഓൾറെഡി രജിത്തെ ഓൾറെഡി നമ്മള് കുറച്ചിട്ടുണ്ടല്ലോ. അതാണ്. എത്ര കുറച്ചു? അരക്കട്ട. ഈ പാട്ടിന്റെ ഒരു ജോഷ് ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ആ ശ്രുതി വേണം. തലയെടുപ്പ്. തല ഉയർത്തി നിൽക്കണം, അല്ലെങ്കിൽ ഇത് തല കുഞ്ഞു പോകും. അത് വേണ്ട. പിന്നെ ചില പ്രൊണൗൺസിയേഷൻ നേരത്തെ മധു പറയായിരുന്നു, ദുഃഖം അല്ലെ,
അതെ. വേറെ എന്തോ പിന്നെ ഉണ്ടായിരുന്നല്ലോ. സ്വന്തം എന്ന് പറയുന്നത് സ്വന്തം എന്ന് പാടി. സ്വന്തമല്ല, സ്വന്തം. സ്വന്തം സ്വന്തം. സ്വന്തം. ഇപ്പൊ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം. ആ. ദുഃഖഭാരങ്ങൾ എന്ന് പാടാറുണ്ട്. അപ്പൊ ദുഃഖ ആണ്, അതുപോലെയാണ് കേട്ടോ. ആ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കും. സാം കുട്ട എന്തോ ഭയങ്കര പ്രസൻസ് ഉണ്ട് സാമിന്. സാമിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, സാമിൻ്റെതായിട്ടുള്ള പ്രസൻസ്, ആ പ്രസന്റേഷൻ എപ്പോഴും സാമിന് യുണീക്കാണ്. ആ യുണീക്നെസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് സാം എപ്പോഴും പാട്ട് പാടുക. ആൻഡ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. നല്ല നല്ല രസമുള്ള ഒരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സോങ് ആണ് അത്. നല്ല ഫീലോടെ പാടി കേട്ടോ. താങ്ക് യു. എനിക്കും ഈ പ്രൊനൗൺസിയേഷന്റെ കുറച്ച് സ്ഥലങ്ങളാണ് ആ. സ്വന്തം, സാന്ധ്യ, നക്ഷത്രങ്ങൾ, ആ. പിന്നെ ദുഃഖം എന്ന് പറഞ്ഞത്, പിന്നെ ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. ആ. വേറെ കാര്യമായിട്ടൊന്നുമില്ല സാംകുട്ട. എനിക്ക് മൊത്തത്തില് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്ത് രസമായിട്ടാ പാടുന്നതെന്ന്. താങ്ക് യു. പിന്നെ ഞാൻ ബാക്കി അങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല. ആ. ഓക്കെ, മിടുക്കനാണേ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടില്ലേ, ആ. എനിക്ക് നമ്മുടെ ദേവതീർത്ഥില്ലേ കേരളൻ കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ season. വാങ്ങിച്ചു തന്ന. ആഹാ, കൊള്ളാലോ. നോക്കുമ്പോ അതുങ്ങൾ എന്തൊരു ഇങ്ങനെയുള്ള സ്നേഹം. പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? അവിടെ ഞാൻ ദേവതീർത്ഥം. കൂട്ടുകാരൻ. ആണോ? നിങ്ങൾ കൂട്ടുകാരാണോ? ഫ്രണ്ട്സ് ആണ്. അതെങ്ങനെ? അത് ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ ഞാൻ ഉണ്ടായിരുന്നു ഫൈനൽ ഓഡീഷനിൽ. ഓ, അത് അങ്ങനെ പരിചയപ്പെട്ട. അപ്പോഴേ ഫ്രണ്ട്സ്. അതെ. ഓ, അത് ശരി. യെസ്. കൊള്ളാം. എന്താ നല്ല നല്ല ചേരുന്ന ഡ്രസ്സ് കേട്ടോ. താങ്ക് യു. കറക്റ്റാ സാമിന് പറ്റിയ ഡ്രസ്സ്. സാം കുട്ട എന്തോ വളരെ നന്നായിരുന്നു. താങ്ക് യു. ഇപ്പൊ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ലൈനിന്റെയും മുക്കും മൂലയും എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് പാടുന്ന ഒരാളാണ് നമ്മുടെ സാം കുട്ടൻ. താങ്ക് യു. ഇന്നും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ആ വോയിസിന് സ്ട്രെയിൻ ഉണ്ടായിരുന്നുകൊണ്ട് സാന്ധ്യ നക്ഷത്രങ്ങളും ശവമഞ്ചമേന്തിയും അതെ അതെ അനുബലിയുടെ ചരണത്തിന്റെ ഈ രണ്ട് പോർഷൻസ് കുറച്ച് ക്രാക്ക് വീണു അതെ വോയിസിൽ. അതെ. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ ഒന്നുകൂടി മനോഹരായിരുന്നേനെ, ആ വേറെ ലെവലിലേക്ക് ഇത് പോയേനെ. ആ പിന്നെ കുറച്ച് മൈന്യൂട്ട് ശ്രുതി പ്രശ്നങ്ങള്, ആ. അക്ഷരസ്ഫുടത, ആ ഇതൊക്കെയാണ് ഇന്നുണ്ടായ പ്രശ്നങ്ങള്. ആ. പക്ഷെ ആ പല്ലവിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡെയ്സി എന്ന് പാടിയത് ആ പാടുന്നത്, ഭാഗം വളരെ വളരെ റൊമാൻറ്റിക് ആയിരുന്നു താങ്ക് യു. കേട്ടോ. അപ്പൊ ഇതേ ഉള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇഷ്ടു. ഇഷ്ടു. അതെ, Thank you. വളരെ വളരെ ഫീലു. ഇഷ്ടു. താങ്ക് യു. മാർക്കറിയാം അല്ലേ? ആ സാം കുട്ട, എന്തോ your score today is 97.75 out of 100. മദൻ വാസന്ത നന്ദനത്തോപ്പിൽ സാം കുട്ടൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഡബിൾ ഹാപ്പി. അതെ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് വിളിക്കണം? ആ കൂടി നിൽക്കുന്ന മഴക്കാർ താഴോട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. Good night. ഗുഡ് ബൈ, നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ലലലലലാ. ആര്യ ചേച്ചി, ഞങ്ങളിവിടെ കുറച്ച് സീരിയസ് ഡോക്യുമെന്റേഷനിലാണ്. എന്താ ആര്യ ചേച്ചി അവിടെ? അടുത്തതാരാ വരാൻ പോകുന്നത് എന്നുള്ളത് അത് നമ്മൾ ഡോക്യുമെന്റ് എഴുതിയിട്ട് നോക്കണോ? ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. എസ്തർ കുട്ടി. ആണോ? അപ്പൊ എഴുതണ്ടല്ലേ? വേണ്ട വേണ്ട വേണ്ട. തൃശ്ശൂർ കൊരട്ടിക്കാരി നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത്. പാവങ്ങൾ 3 പേരിൽ നിന്ന് എഴുത്തായിരുന്നു മത്സരിച്ച്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. Okay. നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. പ്രവീൺ റോസ് എസ്തർ എന്ത് പറയുന്നു? നല്ല പറയാം. നല്ലത് പറയുന്നു. ഞങ്ങൾ നല്ലത് നല്ലത് മാത്രം പറയുന്ന ആളുകളാണ്. അനുഗ്രഹിച്ച് നല്ലത് പറഞ്ഞു. അതെ. അനുഗ്രഹിച്ച്. എന്നിട്ട് വാട്ട് ആർ യു അപ് ടു ടുഡേ? പാട്ടുപാടാൻ. ഏത് പാട്ട്? ഏത് പാട്ട്? പാട്ട് പാടാനാണ് ഇവിടെ വരിക സാധാരണ. ഏതാ പാട്ട്? പാട്ട് മറന്നോ? നീല നിലാവേ നീ കേഴുകയാണ്. നീല നിലാവേ ആണ്. നീ കേഴുകയാ അല്ലെ? നീ Yes. കേഴുകയാണോ? ഉഗ്രം പാട്ടാണ്. മോഹൻ ചേട്ടൻ. ഇച്ചിരി മ്യൂസിക് വിഷമിക്കാൻ പോവാണ്. മോഹൻ സാറ്. പിന്നെ ബാക്കി? ലിറിക്സ് വിനയൻ സാറ്. ഉം. സിനിമ ഊമ പെണ്ണിന് ഉരിയാട് പയ്യൻ. Yeah. ഇയർ 2002. ഉം. പാടിയത് ദാസങ്ങള്. യെസ്. വെരി Yes. ഗുഡ്. നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് പറയുന്നു? നല്ല പറയാം. ആണോ? നല്ലത് തിരിച്ചു പറയുന്നത്. പോയാ? വാങ്കൂവറിൽ പോയാ? ഇല്ല, സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി. ആ സ്കൂളിൽ ഇവിടെ പഠിക്കുകയാണല്ലോ അല്ലേ? ആ, ഇവിടേക്ക് വന്നല്ലോ അല്ലേ? അവിടെ നിന്ന്. ആ ബെഞ്ചമിനോട് അന്വേഷിച്ചായിട്ട് പറയണേ. പറയാം പറയാം. അപ്പൊ നമുക്ക് പാട്ട് പാടിയാലോ? യെസ് അതല്ലേ നല്ലത്. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് the യു. best. All താങ്ക് the യു സർ. best. താങ്ക് യു ചേച്ചി. നീല നിലാവേ
നീറുകയാണോ നിന്നെഞ്ചകമെന്നും ഒരു നൊമ്പരമായി എൻ ഗദ്ഗതമായി ഞാൻ പാടുകയാണ് ശോകങ്ങൾ ഇടനെഞ്ചിൽ കേൾക്കും തുടിയുടെ ശബ്ദം ഇടറുകയാണ് നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ നിന്നെഞ്ചകമെന്നും സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്നവനാണ് പകരം ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണ് സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്നവനാണ് പകരം ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണ് മാളൂരേ നിങ്ങളുടെ പുഞ്ചിരിപ്പൂവിൽ ഞങ്ങളുടെ കണ്ണുനീരാണ് നിങ്ങളുടെ പുഞ്ചിരിപ്പൂവിൽ ഞങ്ങളുടെ കണ്ണുനീരാണ് വിധിയുടെ കോമരങ്ങളായി ഞങ്ങൾ അലയുകയാണ് നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ നിന്നെഞ്ചകമെന്നും സ്വന്തമെന്നു പറയാൻ ഓർമ്മകൾ മാത്രം ഇന്നു സാന്ത്വനിപ്പിക്കാൻ നിഴൽ മാത്രം സ്വന്തമെന്നു പറയാൻ ഓർമ്മകൾ മാത്രം ഇന്നു സാന്ത്വനിപ്പിക്കാൻ നിഴൽ മാത്രം ജീവിതമേ നിന്നുടെ നൊമ്പരങ്ങൾ ചുമലിലേറ്റി തളർന്നു വീഴുമ്പോൾ നിന്നുടെ നൊമ്പരങ്ങൾ ചുമലിലേറ്റി തളർന്നു വീഴുമ്പോൾ ദയയുടെ സ്നേഹമോറും തലോടലായി നീ വന്നിടുമോ നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ നിന്നെഞ്ചകമെന്നും ഒരു നൊമ്പരമായി എൻ ഗദ്ഗതമായി ഞാൻ പാടുകയാണ് ശോകങ്ങൾ ഇടനെഞ്ചിൽ കേൾക്കും തുടിയുടെ ശബ്ദം ഇടറുകയാണ് നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ നിന്നെഞ്ചകമെന്നും നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ നിന്നെഞ്ചകമെന്നും അരെ വാ സൂപ്പർ സൂപ്പർ Thank you, sir. കലക്കി എസ്തർ Thank you, കുട്ടി. sir. കലക്കി കലക്കി പാട്ട് ഉം, 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 ഉം. ഉം.
പാട്ട് വളരെ നന്നായി വളരെ 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 നന്നായി. താങ്ക് യു Super. സർ. താങ്ക് യു സർ. 3 പോയിന്റ്സ് ആണ്. ആ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈസി അല്ല പാടാൻ, ഒട്ടും ഈസി അല്ല. ബട്ട് യു മെയ്ഡ് ഇറ്റ് ലുക്ക് വെരി വെരി ഈസി. You nailed it. You താങ്ക് യു nailed it. സർ. താങ്ക് യു സർ. സബാഷ്. താങ്ക് യു സർ. ഒന്നാമത്തെ പോയിന്റ് നാഴികക്കല്ല്. ഈ പാട്ടിൽ നാഴികക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താ? Milestone. മൈൽ സ്റ്റോൺ. പാടിയത് തന്നെ മൈൽ സ്റ്റോൺ ആണ് പറയുന്നത് ഈ പാട്ടില്. താങ്ക് യു സർ. ഫസ്റ്റ് മൈൽ സ്റ്റോൺ. ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പാട്ടിൽ ശോകങ്ങൾ എന്ന് വന്നില്ലേ, അതൊരു ഉഗ്രൻ മൈൽ സ്റ്റോൺ ആയിരുന്നു. Yes, താങ്ക് യു സർ. ഒരു നൊമ്പരമായി എൻ ഗദ്ഗതമായി ഞാൻ പാടുകയാണ് ശോകങ്ങൾ. പിന്നെ ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മാളൂര് എന്ന് വന്നില്ലേ, അത് ദാറ്റ് വാസ് എ സെക്കൻഡ് മൈൽ സ്റ്റോൺ. താങ്ക് യു സർ. സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്നവനാണ്, പകരം ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണ് മാളൂരേ. പിന്നെ ഒരു ജീവിതം. 4-5 അത് തന്നെ 4-5 കിലോമീറ്റർ കഴിഞ്ഞു. ജീവിതമേ. ജീവിതമേ. ജീവിതമേ ദാറ്റ് വാസ് എ തേർഡ് മൈൽ സ്റ്റോൺ. താങ്ക് യു സർ. സ്വന്തമെന്നു പറയാൻ ഓർമ്മകൾ മാത്രം, ഇന്നു സാന്ത്വനിപ്പിക്കാൻ എൻ നിഴൽ മാത്രം. ജീവിതമേ. ഈ 3 മൈൽ സ്റ്റോൺസും കറക്റ്റ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് അങ്ങനെ അടിച്ച് ഞാൻ പാടിയിട്ടുണ്ടേ എന്ന് പറഞ്ഞ് യു ആർ ദ ക്വീൻ ഓഫ് ദ ഷോ ടുഡേ. പിന്നെ ഏറ്റവും അവസാനം പാടി അവസാനിപ്പിച്ചപ്പോഴത്തേക്കും ആ ചെസ് ബോർഡ് പോലത്തെ കൊടിയില്ലേ, അവിടെ ആദ്യം എത്തി. അങ്ങനെ ചെസ് ബോർഡ് ചെസ് കളിക്കാൻ പോലെ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചു ഞാൻ. മറ്റേ ഫോർമുല 1 ഒക്കെ അവസാനം മനസ്സിലായി. അതെ ബ്ലാക്ക് ഫസ്റ്റ് അടിച്ച ഇങ്ങനെ. വിഷു ഇല്ലേ, അപ്പൊ ഒരു കൊടി കൊത്തി. അതെ. അതാണ് താങ്ക് യു സർ. ഒട്ടും Thank you, എക്സാജറേഷൻ sir. അല്ല അങ്കിൾ പറഞ്ഞ താങ്ക് കൃത്യം യു സർ. കാര്യമാണ് പറഞ്ഞത്. താങ്ക് യു സർ. അത് മിടുക്കിയായിട്ട് മിടുക്കിയായിട്ട് പാടി. താങ്ക് യു സർ. അതാണ് നമുക്ക് സന്തോഷം. യെസ്. ഇംപ്രൂവ്മെന്റ് എന്നുള്ളതല്ല, വേറൊരു ലെവൽ, Yes. നെക്സ്റ്റ് ലെവൽ. അപ്ഗ്രേഡഡ് വെർഷൻ ഓഫ് എസ്തർ. യെസ്. അപ്പൊ അപ്ഗ്രേഡഡ് ആവുന്നുണ്ട്, അതിന് എല്ലാ ടാലന്റും ഉണ്ട്, അതിന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൂടെയാണ്. താങ്ക് യു സർ. ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പൊ ആ ഹാർഡ് വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഫോക്കസ് വരുന്നുണ്ട്. ഫോക്കസ്, ഹാർഡ് വർക്ക്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതൊരു ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നമുക്കൊരു വിൻ വിൻ സിറ്റുവേഷനിൽ എത്തണമെങ്കിൽ അങ്ങനെ ഫോക്കസും ഹാർഡ് വർക്കും വേണം. മോൾ അത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള അമ്മയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് മോക്ക് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി ഫൈൻ. അപ്പോൾ മുന്നോട്ട് അങ്ങനെ ഡബിൾ അടിച്ച് പോട്ടെ. എന്തിനാ ഡബിൾ അടിക്കുന്നത്? നന്നായിട്ട് പാടാൻ. നന്നായിട്ട് പാടാൻ. ഡബിൾ അടിക്കുന്ന എന്താ? എനിക്ക് മനസ്സിലായില്ല എന്നാലും. സൂപ്പർ ആവട്ടെ, അതാണ് ഉദ്ദേശിച്ചത്. ബസ് ട്രാവൽ ചെയ്യാറില്ലേ? ടിങ് ടിങ്. അപ്പൊ ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. എന്താ അർത്ഥം? സ്റ്റോപ്പ്. നിർത്തി. സ്റ്റോപ്പ്. ടിങ് ടിങ്. ഓടിച്ചു. അതിന് ഡബിൾ അടിക്കും. പോട്ടെ 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 പോട്ടെ. ഇങ്ങനെ പോട്ടെ കേട്ടോ. അതെ, എനിക്കും അത് തന്നെ എസ്തർ ബേബി പറയാനുള്ളത്. MJ സർ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ബുള്ളറ്റ് ഓടിക്കണ പോലത്തെ ഒരു വാക്ക്, മിഡു 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 മിടുക്കി. അതെ, എൻഫീൽഡ് ബൈക്ക്. അതെ. മിടുക്കി മിടുക്കി. എനിക്ക് അത്ഭുതപ്പെടുത്തിയത് ആ ബ്രെത്ത് കപ്പാസിറ്റി ആണ് ഇന്നത്തെ പെർഫോമൻസിൽ. അത് എക്സെപ്ഷണൽ ടാലന്റ് ആണത്. അത് ചെറുതെ അല്ല, വെറുതെ കിട്ടിയാൽ പ്രാക്ടീസ് ചെയ്ത് അത് വരുത്തിയത് കേൾക്കാനുണ്ട് പാട്ടില്. അതുപോലെ അത് ഫീൽ നല്ല രസത്ത് പാടി വന്നിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. നല്ല മിടുക്കി. എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബ്രെത്ത് കപ്പാസിറ്റി ഈസ് എക്സെപ്ഷണൽ. Thank you. പറയാനില്ല. Thank you, ഓക്കെ, ചേച്ചി. ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു ചേച്ചി. എസ്തർ കുട്ടി, എന്തോ എസ്തർ കുട്ടി ഇതുവരെ പാടിയതിൽ മധുവങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെയാണ്. എന്നെയും അതിൽ കൂട്ടിക്കോ. ഇന്ന് പാടിയതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു അങ്കിൾ. നല്ല തേനൊഴുകണ പോലത്തെ ശബ്ദമായിരുന്നു ഈ പാട്ടിന്. ആ ശബ്ദവും കൂടി ആയപ്പോൾ നന്നായിട്ട് മാച്ച് ചെയ്തു എന്ന് പാടിയത്. താങ്ക് യു സർ. ഓക്കെ. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇന്ന് കുറെ മൈൽ സ്റ്റോൺസ് പറഞ്ഞില്ലേ, ആ ഭാഗങ്ങളൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. അതുകൊണ്ടാണ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞത്. താങ്ക് യു സർ. ഇന്നത്തെ പെർഫോമൻസും ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കട്ടെ. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ. ഇതുപോലെ ഇനി അനേകം മൈൽ സ്റ്റോൺസ് കൂട്ടി വെക്കണം. കൂട്ടി വെക്കൂലേ? വെക്കും. ഓക്കെ. മധുവങ്കൾ ഹാപ്പിയായി ഇന്നത്തെ പാട്ട് കേട്ടു. താങ്ക് യു സർ. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
പിന്നെ പ്രത്യേകം എനിക്ക് എടുത്തു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എഴുതിയിരിക്കുന്ന വിനയൻ സാറാണ്. വിനയൻ സാർ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. വളരെ വളരെ നല്ല അവസരങ്ങൾ സിനിമയിൽ എനിക്ക് തന്നിട്ടുണ്ട്. അത് എന്നും വളരെ സ്നേഹപൂർവ്വം തന്നെ ഓർക്കാണ്. ഈ നിമിഷത്തിലും അതുപോലെ ഓർക്കാണ്. ഈ അത്ഭുത ദ്വീപില് നമ്മുടെ മധുവും ചിത്രചേച്ചിയും പാടിയ ശ്യാമമോഹിനി എന്നുള്ള പാട്ട്, ആ പാട്ട് അത് വിനയൻ സാർ എഴുതിയതാണ്. അപ്പൊ നമുക്ക് മാർക്കിലോട്ട്. എസ്തർ 19 തുടങ്ങിക്കോ. 91, 92, 93, 94, 95, 96, 97, 98, 99. 100 out of ഇന്നു സാന്ത്വനിപ്പിക്കാനേ നിഴൽ മാത്രം, സ്വന്തമെന്നു പറയാൻ ഓർമ്മകൾ മാത്രം. ഇനി നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ എസ്തർ കുട്ടിയാണ്. കുട്ടിയാണ്. എസ്തറിന് ഏറ്റവും ഇഷ്ടം മധുവിനാണ്. Okay, എന്നാ മധു 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 welcome. ആണോ എസ്തറേ? അതെ അത് ആണ്. അത് മാത്രമല്ല, ദേ വരുന്നു. അവിടെ പോയ ഡയറി മിൽക്കും കിട്ടും. എസ്തർ കുട്ടി, നിന്റെ പല്ലിൽ പൂപ്പലുണ്ടോ? ആയില്ലേ വിടാ. പൂപ്പലേ വിടാ. രണ്ടു നേരം പല്ല് വയ്ക്കൂ. വലിയ വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഈ വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വലിയ ടൂത്ത് പേസ്റ്റ് കഴിക്കുമെന്ന് രണ്ടുനേരം കഴിച്ചോളൂന്ന്. എന്തായാലും ഇത് കലക്കി ഇതുപോലെ ആവട്ടെ. ഇനി അടുത്ത് ഇനി വരുന്ന എല്ലാ പെർഫോമൻസും ഇതിലും നന്നാക്കാൻ ശ്രമിക്കണം. Okay. ഇതുവരെ പാടിയതില് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Thank you, sir. എനിക്ക് മാത്രമല്ല ഇഷ്ടം. ഓക്കെ, Thank you. വെരി ഗുഡ്. കീപ് ഇറ്റ് Thank അപ്പ്. you. Thank you, sir. താങ്ക് യു മധു അങ്കിൾ. താങ്ക് യു എസ്തർ കുട്ടി. ബൈ. Bye. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ വരാൻ പോകുന്നത് പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നല്ല സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം പ്രേക്ഷകർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ടോപ്പ് സിംഗറിലെ സീനിയേഴ്സ് ഒരുക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാണാം അല്ലേ? മട്ടുപ്പെട്ടി കോയിലിലെ മാമ മച്ചാൻ മനസ്സ് വെച്ചാ ജല്ലിക്കെട്ടിൽ ജയ് വിളിക്കൂലേ. ആണ്ടവനെ ഇറമുകനെ ആമ്പിളയെ തുറത്തി വിട്. അടടടട വെക്കം
ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും നമ്മുടെ കൂടെ ഒരുപാട് എൻജോയ് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു, ഒത്തിരി സന്തോഷിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് ടാറ്റ പറയുന്നു. നാളെ നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.